ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി. എങ്ങനെ സമാധിയാകാം? ഇത് കേൾക്കുമ്പോൾ തന്നെ പലരും ചിരിക്കും. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ. ഒരു ആളുടെ കയ്യബദ്ധം കൊണ്ട്, ഒരാളുടെ അബദ്ധധാരണകൾ കൊണ്ട് സംഭവിച്ച ഒരു മഹാ അപജയമായി പോയി സമാധി എന്ന വാക്കിന്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും അതുപോലെ തന്നെ എണ്ണമറ്റ ഗുരുക്കന്മാരും പ്രാപിച്ച ആ മഹാ അവസ്ഥയെ ഇന്ന് ആളുകൾ വേറെ ഒരു കണ്ണോടുകൂടിയാണ് കാണുന്നത്. ഒരു തമാശയുടെ രീതിയിലൊക്കെയാണ് കാണുന്നത്. ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ചിലരുടെ സമാധിയെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. അതുപോലെ തന്നെ സമാധി എന്ന് പറയുന്നത് എന്താണെന്ന് എന്നറിയാൻ സാധിക്കാത്തത് കൊണ്ടുമാണ്. ഈയിടെ നമ്മൾ കാണുന്ന ആ സമാധിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമല്ല സമാധി. അതൊന്നുമേ അല്ല സമാധി. അത് ആത്മീയമായ ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊന്നുമല്ല സമാധി. എങ്കിൽ യഥാർത്ഥ സമാധി എന്താണ് എന്ന് നിങ്ങളോട് ആദ്യം എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ ആദ്യം കുറച്ച് ധാരണകൾ നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റണം. സമാധി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവത്യാഗത്തെ അല്ലെങ്കിൽ മരണത്തെയല്ല സൂചിപ്പിക്കുന്നത്. ഈ സമാധി അവസ്ഥ നമ്മൾക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ, അതായത് ശരീരസ്ഥനായി നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ, ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അനുഭവിക്കാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ തമ്പനയിലിൽ കൊടുത്തത് എങ്ങനെ സമാധിയാകാം. സമാധി ആയിട്ടുള്ളവരായിരിക്കാം നമ്മൾ പലരും, പക്ഷെ നമ്മൾ അറിയാതെ പോയി എന്ന് മാത്രം. സമാധിയായിട്ടുള്ള ചില ഗുരുക്കന്മാരുടെ കഥകൾ വെച്ച് ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. നമ്മൾക്കിവിടെ നമ്മളുടെ കേരളത്തിൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കഥയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു കഥയും എടുത്തു നോക്കാം. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു തരത്തിലുള്ള തന്ത്രക്രിയകളും കൊണ്ടല്ല ദേവിക്ക് പൂജ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾക്ക് ഓരോ പൂജ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ സമ്പ്രദായത്തിൽ ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ഉപാസനകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പൂജ ചെയ്യുമ്പോഴും ആ പരമ്പരയുടെ, ആ ദേവിയെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആ ദേവനെ ആരാധിക്കുന്ന ആ പരമ്പരയുടെ രീതിയിൽ വേണം നമ്മൾ പൂജ ചെയ്യാൻ. പക്ഷേ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഭക്തി കൊണ്ടാണ് പൂജ ചെയ്യുന്നത്. അതായത് ആ ക്ഷേത്രത്തിലെ പൂജാരി, ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലെ പൂജാരിയായ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു തരത്തിലുള്ള ചിട്ടാവട്ടങ്ങളിലും ഒതുങ്ങിക്കൂടിയല്ല, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പൂജ ചെയ്യുന്നത്. ചില സമയത്ത് അമ്മയെ ഊട്ടുന്നു, ചില സമയത്ത് ആ അമ്മയുടെ കാലുകളിൽ സ്പർശിക്കുന്നു, ചില സമയത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇതൊന്നും നമുക്ക് വേറൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ തലം എന്താണ് എന്ന് ചിന്തിച്ചാൽ, ശ്രീരാമകൃഷ്ണ പരമഹംസനും നമ്മളുടെ കാളീദേവിയും മാത്രമുള്ള അവസ്ഥ. ആ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് പേർ ചുറ്റും കൂടി നിന്നാലും ശ്രീരാമകൃഷ്ണ പരമഹംസരും കാളീദേവിയും മാത്രമുള്ള അവസ്ഥയിലേക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസർ പോകുകയും തൻ്റെ സ്വന്തം കൈകൊണ്ട് ദേവിയെ ഊട്ടുകയും സ്വന്തമായിട്ട് ദേവിയെ നേരിട്ട് കണ്ടുകൊണ്ട് ദേവിയെ സ്പർശിക്കുകയും ദേവിയെ കെട്ടിപ്പിടിക്കുകയും അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ, ഒരു കുഞ്ഞു കിടക്കുന്നത് പോലെ ശ്രീരാമകൃഷ്ണ പരമഹംസർ കിടക്കുകയും ഒക്കെ ചെയ്യും. ആ അമ്മയുമായിട്ട് ഒന്നായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ താനെന്നുള്ള ബോധമുണ്ട്. അതായത് ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്, എതിരെ നിൽക്കുന്നത് എൻ്റെ ദേവി, എൻ്റെ അമ്മ, പ്രപഞ്ചമാതാവായിട്ടുള്ള ദേവിയാണെന്നുള്ള അവസ്ഥയുണ്ട്. അങ്ങനെ ചുറ്റുപാടും മറന്നുകൊണ്ട് ഭക്തനും ആ ദേവനും മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ പേരാണ് സവികൽപ്പ സമാധി. ഒരുപാട് തരത്തിൽ സമാധികളുണ്ട്. നമ്മൾ ഇന്ന് 2 തരത്തിലുള്ള സമാധികളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിലൊന്നാണ് സവികൽപ്പ സമാധി. ഈ സവികൽപ്പ സമാധി തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള എല്ലാ വലിയ ദേവതാ ഉപാസകരും എത്തിച്ചേർന്ന പദം. ഇതേ സവികൽപ്പ സമാധി ശ്രീനാരായണ ഗുരുദേവനുണ്ടായ സാഹചര്യം ഒന്ന് പരിശോധിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ വാരണപ്പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഉപാസന ചെയ്യുകയും തുച്ഛമായ ദിവസങ്ങൾക്കുള്ളിൽ ശ്രീകൃഷ്ണ ദർശനം കിട്ടുകയും അത്രയും നേരം പാഠ്യശാലയിൽ പഠിച്ചുകൊണ്ട് ഒരിടത്തിരുന്നിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ എന്തോ കണ്ട് അലറി വിളിച്ച് പുറകെ ഓടുന്നതാണ് സഹപാഠികൾ കാണുന്നത്. സഹപാഠികളെ എന്നുള്ള ബോധമെല്ലാം മറന്നുകൊണ്ട് തൻ്റെ ആശാൻ കുമ്മമ്പള്ളി രാമൻപിള്ളി ആശാൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്നുള്ള ബോധമെല്ലാം വെടിഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനും കൃഷ്ണനും മാത്രമായ ഒരു അവസ്ഥയിൽ കൃഷ്ണനെ പിടിച്ചു വലിക്കുന്നതും കൃഷ്ണൻ്റെ കൈകളിൽ കയറി പിടിക്കുന്നതുമായ അവസ്ഥയിൽ ഗുരുദേവനും കൃഷ്ണനും മാത്രമായ ഒരു അവസ്ഥ ഗുരുദേവന് പ്രാപ്യമായി. ആ അവസ്ഥയുടെ പേരാണ് സവികൽപ്പ സമാധി. അവിടെ കൃഷ്ണനും ഗുരുദേവനും മാത്രം. ഇതേ അവസ്ഥ മീരാഭായിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെ നമ്മളുടെ പല ഗുരുക്കന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് സവികൽപ്പ സമാധി. ഇനി ഈ 2 ഗുരുക്കന്മാർക്കും നിർവികൽപ്പ സമാധിയും ഉണ്ടായിട്ടുണ്ട്.
ഉച്ചകോടിയിലുള്ള സാധനയിൽ എത്തിയപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും നിർവികൽപ്പ സമാധി ഉണ്ടായി. സവികൽപ്പ സമാധിയിൽ ഞാൻ ആരാണെന്നുള്ള ബോധ്യം, എൻ്റെ ദേവൻ ഇന്നതാണെന്നുള്ള ബോധ്യമുണ്ട്. എന്നാൽ നിർവികൽപ്പം എന്ന് പറയുന്നത് ചിന്തയില്ലാത്ത അവസ്ഥയാണ്. ഞാൻ ആരാണെന്നുള്ള ബോധ്യമില്ല, ഞാൻ എന്താണെന്നുള്ള ബോധ്യമില്ല, എൻ്റെ ദേവൻ ആരാണെന്നുള്ള ബോധ്യമില്ല, ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് തിരിച്ച് നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ ഉന്നതമായ അവസ്ഥയിലേക്കൊക്കെ ചെന്ന് കുറേ ദിവസം അവിടെ ആ അവസ്ഥയിൽ നിർവികൽപ്പ സമാധി എന്ന അവസ്ഥയിൽ തുടർന്നവരാണെങ്കിൽ നമ്മൾക്കൊരിക്കലും നമ്മൾ ആരാണ്, നമ്മളുടെ പ്രായം എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ വയസ്സ് എത്രയാണ് എന്നുള്ള ബോധം പോലും നഷ്ടപ്പെട്ട് നമ്മൾ ചിലപ്പോൾ തിരിച്ചു വരുന്നത്, ഈ സമാധി അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി തിരിച്ചു വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രയും ഡീപ്പായിട്ട് പോയി ഞാൻ ആരാണ്, ഞാൻ ഏത് വീട്ടിലെയാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ആരാണ്, അല്ലെങ്കിൽ എന്താണെന്നുള്ള എല്ലാ തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാത്തിനെയും വിട്ടുകൊണ്ട് നിർഗുണ നിരാകാരമായ ഒരു അവസ്ഥ പ്രാപിച്ച് തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ഇത് പൂർണ്ണതയല്ല, ഇത് സെൽഫ് റിയലൈസേഷൻ അല്ല, അതായത് ഞാൻ ആരാണെന്നുള്ള ബോധമല്ല, അല്ലെങ്കിൽ ആത്മീയ ഉണർവ് എന്ന് നമുക്ക് പറയാമെങ്കിലും ഒരിക്കലും ഇത് ആത്മീയ അറിവല്ല, ബ്രഹ്മജ്ഞാനമല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെയും നിങ്ങളെയും, നിങ്ങൾ തന്നെയാണ് ദൈവമെന്ന് മനസ്സിലാക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ യഥാർത്ഥ ബ്രഹ്മത്തെ മനസ്സിലാക്കുന്ന അവസ്ഥയാണ് ബ്രഹ്മജ്ഞാനം. അത് അല്ല, എന്നാൽ അതിലേക്ക് നയിക്കുന്ന അഷ്ടാംഗ യോഗത്തിലെ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു സ്ഥിതിയാണ് നിർവികൽപ്പ സമാധിയും സവികൽപ്പ സമാധിയും. സവികൽപ്പ സമാധി എന്താണ്? നമ്മൾക്ക് ആരാണെന്നുള്ള ബോധ്യമുണ്ട്, നമുക്ക് ആ ദേവതയെ കാണാൻ സാധിക്കും, ആ ദേവതയെയും നിങ്ങളും മാത്രമുള്ള ഒരു സ്ഥിതിയാണ് സവികൽപ്പം. അതിൽ നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യമുണ്ട്, നിങ്ങൾ ആരുടെ മകനാണെന്നുള്ള ബോധ്യമുണ്ട്. എന്നാൽ നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് പോലും മറന്നുകൊണ്ട് നിങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയാണ് നിർവികൽപ്പ സമാധി. അപ്പോൾ ഇത് ശ്രീരാമകൃഷ്ണ പരമഹംസർ അനുഭവിക്കുന്നത് കാളീദേവി എന്നുള്ള സവികൽപ്പ സമാധിയിൽ ചെല്ലുമ്പോൾ കാണുന്ന കാളീദേവി എന്നുള്ള അവസ്ഥയ്ക്കും അപ്പുറം ടോട്ടാപുരി മഹാരാജ് ബ്രഹ്മമായിട്ടുള്ള എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന രൂപവും ഭാവവും ഇല്ലാത്ത ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കാനുള്ള വിദ്യ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് 3 ദിവസം അടുപ്പിച്ച് ജലപാനം പോലും ചെയ്യാതെ ഒരവസ്ഥയിലിരിക്കുകയാണ്. രൂപവും ഭാവവുമുള്ള ദൈവത്തെ അല്ല അവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ ലയിക്കാൻ നോക്കുന്നത്. ഒരു തരത്തിലുള്ള രൂപവും ഭാവവുമില്ലാത്ത ആ അവസ്ഥയിൽ നിൽക്കുന്നു. ആ ദൈവത്തിന് രൂപമില്ല, ഭാവമില്ല, പേരില്ല, ആ അവസ്ഥയിൽ നിൽക്കുന്നു. അതാണ് നിർവികൽപ്പ സമാധി, തന്നെ മറന്നുകൊണ്ടുള്ള സമാധി. അതിനുശേഷം സവികൽപ്പ സമാധി. സവികൽപ്പ സമാധി എന്ന് പറയുന്ന രൂപം, നമ്മൾക്ക് എല്ലാ ബോധ്യത്തോടും കൂടിയുള്ള സമാധിയാണ്. എന്നാൽ നിർവികൽപ്പം എന്ന് പറയുന്നത് ഒരു ബോധ്യമില്ലാത്ത സമാധി അവസ്ഥ. ഇത് തന്നെ ശ്രീനാരായണ ഗുരുദേവനൊക്കെ പ്രാപ്യമായിട്ടുണ്ട്, ചട്ടമ്പി സ്വാമിക്കുമുണ്ട്. ഇതുപോലെ തന്നെ ചട്ടമ്പി സ്വാമിയുടെയും മുരുക ഭഗവാൻ നമ്മൾക്കെല്ലാം അറിയാം, കൗമാര രീതിയിലുള്ള ഉപാസനകളായിരുന്നു ചട്ടമ്പി സ്വാമിയുടെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒക്കെ. അവരുടെയൊക്കെ പാതയിൽ ഈ സമാധികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതായത് ശരീരസ്ഥനായിരിക്കുമ്പോൾ തന്നെ സമാധി അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കണം, സമ പ്ലസ് ധി. സമ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും തുല്യമായി കാണുന്ന. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി. എല്ലാത്തിനെയും തുല്യമായി കാണുന്ന അവസ്ഥയാണ് സമാധി. നീ ഞാനെന്നുള്ള വ്യത്യാസമില്ല, നല്ലത് ചീത്ത എന്നുള്ള വ്യത്യാസമില്ല, അല്ലെങ്കിൽ ഇന്ന് സംഭവിച്ചാൽ ഞാൻ ഹാപ്പി ആകുകയുള്ളൂ, അല്ലെങ്കിൽ സന്തോഷിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് സംഭവിച്ചാൽ ഞാൻ ദുഃഖിക്കും എന്നുള്ള അവസ്ഥയില്ല. എല്ലാത്തിനെയും തത്തുല്യമായി കാണുന്ന ആ അവസ്ഥയുടെ പേരാണ് സമാധി. ആ സമാധി പ്രാപിച്ചവരാണ് ഈ ഗുരുക്കന്മാർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ആൾ ശരീരം ത്യാഗം ചെയ്യുന്നത്, അയാളുടെ മരണം സംഭവിക്കുന്നത് 80-ാമത്തെ വയസ്സിലാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് 30-ാമത്തെ വയസ്സ് മുതൽ തന്നെ സമാധി അവസ്ഥ ഉണ്ടായിരിക്കാം. ആ ബുദ്ധിയെ സ്ഥിരമായി കേന്ദ്രീകരിച്ചിരിക്കുക, അടിക്കടി ആ സമാധി അവസ്ഥയിലേക്ക് ചെല്ലുന്ന ആളായിരിക്കാം. പക്ഷേ ആ സമാധി അവസ്ഥ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനമല്ലെന്ന് മനസ്സിലാക്കുക. സമാധി അവസ്ഥ ഒരു നിമിഷ നേരത്തേക്ക് മാത്രമുള്ളൊരു പ്രക്രിയയാണ്. നിമിഷം നേരം മാത്രം നമ്മുടെ ആത്മാവിനെ കേന്ദ്രീകരിക്കുന്നൊരു പ്രക്രിയയാണ്. എങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്ന ആ ജീവസമാധികളൊക്കെ എന്താണ്? അവിടെയാണ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സാധാരണ ഒരാൾ മരണപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അയാളുടെ ആധാരങ്ങളൊന്നും പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ അയാളുടെ ജീവൻ പൊലിയുന്നത് ശിക്ഷണത്തിൽ കൂടെയാണ്. അതായത് നമ്മളുടെ ശരീരഭാഗമായ ശിക്ഷണത്തിൽ കൂടെയാണ് നമ്മളുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ പുറത്തേക്ക് പോകുന്നത്. എങ്കിൽ ഈ മഹാഗുരുക്കന്മാരുടെ ഏത് വഴിയാണ് പോകുന്നത്? ഏത് റൂട്ടിലാണ് പോകുന്നത്? അല്ലെങ്കിൽ ഏത് ആധാരം വഴിയാണ് പോകുന്നതെന്ന് ചിന്തിച്ചാൽ അവരുടെ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ ത്യാഗം അല്ലെങ്കിൽ സമാധി പ്രാപിക്കുന്നത് സഹസ്രാരത്തിലൂടെയാണ്. അതായത് ആധാരങ്ങളെ ഉണർത്തി, നമുക്കറിയാം ശിക്ഷണത്തിൽ കൂടെ പോയാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൂലാധാരത്തിന് താഴെയുള്ള സ്ഥിതിയാണ് ശിക്ഷണം. എന്നാൽ അതിലൂടെ പോകുന്നത് പാതാളാവസ്ഥയിലേക്കും ഇത് പോകുന്നത് മോക്ഷത്തിലേക്കുമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ സഹസ്രാരത്തിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥ,
സമാധി എന്ന് പറയുന്നത് വെറും സമാധിയല്ല, ആ സമാധി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ലയനമാണ്. ലയിച്ച് തന്നെ തുടരുന്നു, അതിൽ നിന്നൊരു തിരിച്ചുവരവില്ല. ആ അവസ്ഥയാണ് ഈ സമാധി. അപ്പോൾ ആ സമാധിയും നമ്മൾ ഇന്ന് കാണുന്ന സമാധിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് വെച്ച് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇങ്ങനെ സമാധി സംഭവിക്കുമ്പോൾ അതിന് മുകളിൽ എപ്പോഴും പ്രതിഷ്ഠിക്കുന്നത്, 90% കേസുകളിലും പ്രതിഷ്ഠിക്കുന്നത് ശിവലിംഗമാണ്. ഈ ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ കാരണം എന്താണ്? ശിവലിംഗം ഒരേ സമയം നിർഗുണ നിരാകാരവും അതേസമയം സഗുണസാകാരവുമാണ്. പലരും ചിന്തിക്കാതെ നിർഗുണ നിരാകാരം മാത്രമാണ്, കാരണം രൂപമില്ലാത്ത ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അല്ല, രൂപമുള്ള ദൈവത്തിൻ്റെയും ഇല്ലാത്ത ദൈവത്തിൻ്റെയും ഒരേപോലുള്ള പ്രതിനിധിയാണ് ശിവലിംഗം. കാരണം അത് സദാശിവൻ്റെ പ്രതിനിധിയാണ്. സദാശിവൻ എന്ന് പറയുന്നത് രൂപമില്ലാത്ത പരാശിവനിലും അതുപോലെ രുദ്രനാദി ദേവതമാർക്കും ഇടയിൽ നിൽക്കുന്ന ശക്തിയാണ് സദാശിവൻ. പരാശിവ മഹാനന്ദ നിലയ്ക്കും കീഴ്പോട്ടുള്ള രുദ്രാവസ്ഥയ്ക്കും ഇടയിൽ നിൽക്കുന്ന, ഒരേ സമയം നിർഗുണ നിരാകാരമായ രൂപത്തിലുള്ള ദൈവവുമായി അതേസമയം രൂപമില്ലാത്ത ദൈവവുമായാണ് ശിവലിംഗം നിലകൊള്ളുന്നത്. ശിവലിംഗം എന്ന് പറയുന്നത് രൂപമില്ലാത്ത ദൈവത്തിൻ്റെയും രൂപമുള്ള ദൈവത്തിൻ്റെയും പ്രതിനിധി തന്നെയാണ്. അപ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നടുക്കളത്തെ അവസ്ഥയാണ്. അപ്പോൾ രൂപമില്ലാത്ത ഒന്നിനെ കൊണ്ട് മാത്രമേ ഈ അവസ്ഥയെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ശക്തി ഇപ്പോൾ ഇവിടെ സമാധിയായിരിക്കുന്ന ആ ഗുരു എന്ന് പറയുന്നത് ശിവനായി മാറി, രൂപമില്ലാത്ത ബ്രഹ്മമായി മാറിയിരിക്കുന്നു. ബ്രഹ്മവുമായിട്ട് ലയിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ, ബോധത്തിൽ, സച്ചിദാനന്ദ നിലയിൽ എത്തിയിരിക്കുന്നു. അതിനെ സൂചിപ്പിക്കാനാണ് അവിടെ നമ്മൾ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, 2 തരത്തിലുള്ള സമാധിയെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. ഇതിൽ ഒട്ടേറെ സമാധി അവസ്ഥകളുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർവികല്പവും സവികല്പവും. ഈ സവികല്പ സമാധി ഒട്ടുമിക്ക എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ദേവതയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട്, കീർത്തനങ്ങൾ കേട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട്, ഭാഗവതം കേട്ടുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന വേളയിലോ ആ ഭഗവാനും നിങ്ങളും മാത്രമായിട്ടൊരു അവസ്ഥ ഉണ്ടായിട്ടില്ലേ? ചിന്തിച്ച് നോക്ക്. എന്നെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഈ അവസ്ഥ ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകിക്കൊണ്ട് നിങ്ങളും ദേവതയും മാത്രമുള്ളൊരവസ്ഥ, അതാണ് സവികല്പം. അത് പലർക്കും ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അറിയാതെ പോലും. അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങനെ സമാധിയാകാം. അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. സമാധി എന്ന് പറയുന്നത് നമ്മളുടെ ജീവൻ പോകുന്ന അവസ്ഥയൊന്നുമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകും. ഈ സമാധി അവസ്ഥയുടെ വേറൊരു തലം ഞാൻ പറഞ്ഞുതരാം. സമാധി അവസ്ഥയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും അതിൻ്റെ ഒരു എത്തുന്ന പോലൊരു അവസ്ഥ നമ്മളെല്ലാവരും, ദൈവവിശ്വാസമില്ലാത്തവരും അനുഭവിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പണി ചെയ്യാനിരിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്കൊരു ബോറടി ഉണ്ടാവും. പിന്നെ നിങ്ങൾ ആ ഒരു സോണിലേക്കാകില്ലേ? അതായത് നിങ്ങൾ സമയം പോകുന്നത് പോലും അറിയാതെ ആ പ്രവർത്തനത്തിൽ മുഴുകുന്നൊരവസ്ഥയില്ലേ? നിങ്ങളുടെ ശാരീരികമായും മാനസികമായും നിങ്ങളൊരു എന്ത് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ പ്രവർത്തനവും നിങ്ങളുമായി മാറുന്നില്ലേ? ആ അവസ്ഥയും ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥാന്തരത്തിൻ്റെ പെടുന്നൊരു കാര്യമാണ്. അതിൻ്റെ തന്നെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള, ഏറ്റവും കൂടിയ അവസ്ഥയാണ് ഞാൻ പറഞ്ഞ സമാധി അവസ്ഥ. അത് വേറൊന്നുമല്ല, അല്ലെങ്കിൽ മരണത്തിന് ശേഷം മാത്രം ഉണ്ടാകുന്നൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് വീഡിയോ ഇടാതിരുന്നത്, ആ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും അത് തമാശയായിട്ട് ആളുകൾ എടുക്കുള്ളൂ. ഈ തമാശയായിട്ട് എടുക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. പ്രത്യേകിച്ച് ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ? നമ്മളെ ആരും അടിച്ചേൽപ്പിച്ച് നീ ആത്മീയതയിലേക്ക് വരണം, നീ ഇന്ന ദൈവത്തെ ഭജിക്കണം, ഇന്ന ദൈവത്തിലൂടെ മാത്രമേ നിനക്ക് മുക്തി കിട്ടുള്ളൂ എന്നല്ല. നിനക്ക് ഏത് അവസ്ഥയിലൂടെ നിനക്ക് കിട്ടും. അപ്പോൾ ആത്മീയമായി അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴേ ഒരാൾ, യഥാർത്ഥ ആത്മീയതയിലേക്ക് വരുമ്പോഴേ ഒരാൾ ഒരു ഹിന്ദു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു സനാതന ധർമ്മത്തിൻ്റെ ഒരു ഗ്രന്ഥം എടുത്ത് പരിശോധിക്കുകയുള്ളൂ. അപ്പോഴാണ് ഈ അഷ്ടാംഗ യോഗമോ അല്ലെങ്കിൽ ഇപ്പോൾ വരാഹ ഉപനിഷത്തിലും ഈ കാര്യം തന്നെയുണ്ട്, അതുപോലെ തന്നെ ഹതയോഗയിലും ഈ കാര്യം തന്നെയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, ഇതൊക്കെ വായിക്കണമെങ്കിൽ ആത്മീയമായ ജിജ്ഞാസ ഉണരണം. ഇത് ഉണരത്തോളത്തോളം കാലം നമ്മളിതൊന്നും പ്രതീക്ഷിക്കില്ല, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ ശ്രമിക്കില്ല. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരു മേഖലയെക്കുറിച്ചാണെങ്കിൽ ഇതെന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇട്ട് വഷളാക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആരാധിക്കുന്ന പല ഗുരുക്കന്മാരും ഇവിടെ സമാധി തന്നെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ സമാധിയെ ആളുകൾ സംശയിക്കില്ലേ? അപ്പോൾ അവരുടെ സമാധി വേറെ, നമ്മളിപ്പോൾ കാണുന്ന സമാധി വേറെ എന്നുള്ളൊരു ബോധം നമ്മളിലേക്ക് വരട്ടെ. ഭഗവാൻ അതിനുള്ള നേരായ മാർഗം കാണിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാ ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങൾ സ്പർശിച്ചുകൊണ്ട് നിർത്തുന്നു.
ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി.